രുചി കയ്പേ മധുരം പുളി എന്താ രുചി എന്താ? ചെറുതരിച്ച കോൾ എന്ത് ചെയ്യാണ് നമ്മൾ എടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് വലിയ ടൂൾസ് ഒന്നും ഇല്ല. ഇതിൽ തേൻ എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൽ ഉഷാറായിട്ട് ഈ സൈഡിൽ തേനുണ്ട്. അപ്പോൾ അതാ ആളെന്താ പോകുന്നു അളിയാ വാളിയാ നീന്തൽ സ്നേഹമില്ലാത്ത. അപ്പം നമ്മൾ ആദ്യം തന്നെ റാണീനെ മാർക്ക് ചെയ്യണം. റാണി ആ മുട്ടേൻ്റെ അവിടെ ഉണ്ട് എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഞാൻ ചെറുതായിട്ട് റാണീനെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ തേന് വളരെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം, എടുക്കണം. അയ്യോ പാത്രം ഇവിടെ, ആ പാത്രം ഇവിടെ വെച്ചെന്നായി പതുക്കെ. ആ വേണ്ട വേണ്ട എൻ്റെ കയ്യിലാണോ? ഓ മണ്ടത്തീ. ആ ഇനി ഇത് നമ്മൾ പരിശുദ്ധമായ തേൻ നമ്മൾ എടുക്കാൻ പോകണം. അപ്പോൾ റാണീനെ നമ്മൾ ഫൗണ്ട് ചെയ്യണം. റാണീനെ കാണാതെ നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കരുത്. നമ്മൾ പതുക്കെ എന്ത് ചെയ്യാണ്, റാണിയിൽ പോയി തേൻ്റെ മൂട്ടിലേക്ക് പൊളിച്ചിട്ടുണ്ടാവും. ഇതാ ഇത് മിക്കവാറും അല്ലെ ആ കത്തി ഒന്ന് തരണോ? ഇതൊന്ന് തോണ്ടിയതാനെ അത് അടുക്കളയിലാന്നു. ആ പറ്റേ പറ്റേ പറ്റേ. ഇത് നന്നായി. ഓക്കെ ഇനി നമ്മൾ ഈ സ്പൂണത്തെ ഈ സാധനം പതുക്കെ ഇങ്ങോട്ട് ഇടാം. ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല കയ്പേക്കും. ഓക്കെ ഇനി നമ്മുടെ അടുത്ത കുറച്ചും കൂടി ആയിട്ടുണ്ട്. നല്ല കട്ടിയുണ്ട് തേന്. ആ മുഖാറിന് ബാക്കി പോരാ. ചെവി കയറും. അപ്പോൾ നമുക്ക് റാണി മിസ്സാവാതെ വളരെ ശ്രദ്ധിച്ച് തേനെടുക്കുകയാണ്. ഇത് സ്ഥലം വയനാട് ജില്ലയിൽ പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ ഉണ്ണിപ്പാറ. അപ്പോൾ നമ്മൾ വളരെ പവിത്രമായ തേന് വളരെ ശ്രദ്ധിച്ചെടുക്കുകയാണ്. ഇതുവരെ റാണി മിസ്സായിട്ടില്ല. ഈ കോണിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ കുറേ ദിവസം മുമ്പ് നമ്മളിത് പിരിച്ചു വെച്ചിരുന്നു. കുറേ ദിവസമല്ല, കുറേ മാസം മുമ്പ്, ഒരു 8 മാസം മുമ്പ്. എന്നിട്ട് വിരിച്ച് ഈ ചട്ടിയിൽ നിന്ന് വേറെ കോളിലേക്ക് മാറ്റി. എന്നിട്ട് ലേശം മുട്ട മാത്രമേ ഇതിൽ വെച്ചുകൊടുക്കുക. പിന്നെ ഇതിൽ പ്രകൃതി നാട്ടും കോളനി വന്ന് സെറ്റായതാണ്. അവിടെ നല്ല കിടിലൻ കോളനിയാണ്. ഈ സെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ അതെല്ലൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ദിവസം വേണ്ടി നോക്കാം. നിലവിൽ കിട്ടിയ തേന് നമ്മൾ ഇത്ര എടുക്കുന്നു. കുറച്ച് തേന് നമ്മുടെ അതിൽ തന്നെ വെക്കുന്നുണ്ട്. അടിപൊളി. ഇതിൻ്റെ രുചി നമ്മുടെ മുനീർ ഇവിടെ മാനന്തവാടിയുള്ള ആളെ കാണിച്ചെടുക്ക്. മാനന്തവാടിയുള്ള മുനീർക്ക മൂപ്പരെന്ത് ചെയ്യും, ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു തരും. ഇതിൻ്റെ അടുത്തൊരു കപ്പത്തോട്ടൊക്കെ ഉണ്ട്. ഇത് ഒരു 2 കിലോമീറ്റർ മാറിയ ബാണാസുര ഡാമാണ്. അപ്പോൾ നമ്മൾ നിലവിലുള്ള തേനെടുത്തു. ഇനി നമ്മളൊന്നും ചെയ്തില്ല, നേരെ അങ്ങനെ അടച്ചു വെച്ചിട്ട് ഇതിനെ കിട്ടിയ സാധനത്തിൻ്റെ കൊണ്ടുവെക്കുകയാണ്. ഇത് കൊണ്ടുവച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഴയ പോലെ വെച്ചു. ഇതേ വെച്ചു. ഇതേം കൊണ്ടുവച്ചിട്ട് വരാം. ഓക്കെ അപ്പം നമുക്ക് ഇനി അടുത്തത് ടേസ്റ്റ് ചെയ്യാം. ഇത് വെക്കുന്ന കാണിച്ചത്. അപ്പോൾ ക്യാമറമാൻ നിതക്കൊപ്പം അജിനാസ്. ഓക്കെ നിത ഫാത്തിമ എന്ന് പറയുന്ന ആളാണ് ക്യാമറ എടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ ചട്ടി, ഈ ചട്ടിയത്തെ സാധനം ഈച്ച മൊത്തം ഇവിടെ പാറി കളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതേ പൊസിഷനിൽ വെക്കുകയാണ്. അതേ പൊസിഷനിൽ വെക്കുകയാണ്. അവിടെ വെച്ചു.
ഇനി ഇപ്പുറ ഭാഗം കൂടി വെച്ചു. ഓക്കെ, ഇനിതാ ഇപ്പുറ ഭാഗം കൂടി വെച്ചു. ഇതാ ഇവിടെയും കൂടി വെച്ചു. ഓക്കെ, ഇപ്പം നമ്മൾ കോഴി ബദ്ദസാക്കി വെച്ചു. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പോകുന്നില്ല നമ്മൾ ഉറപ്പാക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, ഇത് നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും കെട്ടി വെച്ചിട്ടില്ല, ഇവിടെ മഴ പെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വെച്ച് തൽക്കാലം. ഒന്നുകിൽ ബദ്ദസ് കെട്ടണം. ഇനി നമ്മളിപ്പോൾ എടുത്ത ചെറുതേന് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കമോൺ ടേസ്റ്റ് ചെയ്യാം. എടി നീ ഫുള്ളായിട്ട് എടുത്തോടുക്ക്. ഈ ഡ്രസ് ഒക്കെ ഇവിടെ കാണുന്നില്ലേ? അത് കുഴപ്പമില്ല, എടുത്തോ. ഓക്കെ, നമ്മളെ രുചികർത്താ വരൂ. നമ്മുടെ ഷെഫാണ്, മാനന്തവാടിയുടെ പ്രിയപ്പെട്ട. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രുചി ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് രുചി എന്ത് ചെയ്യണോ ഓഡിയൻസിന് മുമ്പാകെ പറഞ്ഞു കൊടുക്കണം. ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്ക്. പരിചയം ഞാൻ പഠിത്തി കൊടുത്തത് മുനിയറത്. ഇപ്പം പരിചയപ്പെടുത്ത അപ്പോൾ വീഴുന്നില്ല, നല്ല കട്ടി എടുത്താണ്ട് നമുക്ക് ഇങ്ങനെ തട്ടി കൊടുക്കാം. രുചി എന്താണോ കറക്റ്റ് ഒന്ന് പറഞ്ഞത്. നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ രുചി പറയട്ടെ. ഞാൻ ഇപ്പോൾ ടേസ്റ്റ് ഞാൻ പറയാം. കയ്പ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കയ്പ്പ്. കാരണം അവിടെ മൊത്തം കപ്പത്തേനാണ്. അപ്പോൾ ഈ ഷുഗർ രോഗികൾക്കൊക്കെ ഇങ്ങനെ കയ്പ്പുള്ളതിന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഷുഗർ രോഗികളായിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചെറുതേൻ അതേപോലെ കുപ്പിയിലാക്കി ഇങ്ങനെ തരും. ഇത് എത്ര ഉള്ളതൊന്നും നമ്മൾ തൂക്കം നോക്കിക്കില്ല. ഓക്കെ, കയ്പ്പാണ്. ഇനി നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കൊതി വിടുന്ന ഒരാളുണ്ട്. അപ്പം മൂപ്പരാണ് ഈ വീടിൻ്റെ ഉടമസ്ഥ ഉണ്ടാ. അതായത് നമ്മൾ ഉപ്പാപ്പിയാണ്. മൂപ്പരെ കൊണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ എന്തോ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, എന്നാലും നമ്മൾ ടേസ്റ്റ് ആക്കാണ്. മുറുക്കാൻ്റെ പരം ചെറുതേന് ജസ്റ്റ് ഇത് ഇങ്ങനെ തോണ്ടിക്കോ. അതൊക്കെ എൻ്റെ രുചി പറയും. എന്താ രുചി? കയ്പ്പാണോ മധുരണോ? കയ്പ്പ്. അത് ചൊയ്യോ പ്രത്യേകിച്ച് തേനില്ല, കയ്പ്പ് തന്നെ, മരുന്ന് മാതിരി. ഓക്കെ, അടിപൊളി. അപ്പം ഇത് കൊപ്പിടി എസ്റ്റേറ്റിൽ നിന്ന് എടുത്ത ചെറുതേനാണ്. ഇത് നമ്മൾ പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ ഉണ്ണിപ്പാറ, ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഡിഫറൻസ് ആണുള്ളത്. ഒരേ പഞ്ചായത്താണ്. അപ്പം ഇവിടെ നിന്ന് എടുത്ത തേന് കയ്പ്പ് രുചിയാണ് ഇപ്പം നമ്മൾ കണ്ടു. ഓക്കെ, ഇനി കൊപ്പിടി എടുത്ത തേൻ നമ്മൾ ടേസ്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ സ്പൂൺ. അപ്പോൾ കൊപ്പിടി എസ്റ്റേറ്റിൽ നിന്ന് എടുത്ത തേന്. മേലെ പൂമ്പൊടി തോന്നിക്കുന്നതാ, തെളിഞ്ഞ സാധനം. ഇതിന്റെ രുചിയും നേരത്തെ രുചിയും രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞാണ് ഓഡിയൻസിനാണ്. ഇതെന്താ രുചി? അതായത് മധുരം, കുത്തുന്ന മധുരം ഉണ്ടാവും. ഇത് പ്യൂർ മധുരം. നേരത്തെ മൂപ്പര് ടേസ്റ്റ് ചെയ്ത് കയ്പ്പ്. അതിന് മൂപ്പരെയും കൊണ്ട് നമുക്ക് മുക്കരി പോയതു. ഇത് നമ്മളെ പടിഞ്ഞാറത്തറയില് ഇബ്രാഹിം ഡോക്ടറുടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന മെയിൻ ആള്. എത്ര വർഷമായിട്ട് അവിടെ ഉണ്ട്? 10-40 കൊല്ലമായിട്ട്. അപ്പൊ അത് പൂമ്പൊടിയാ. അപ്പൊ നേരത്തെ രണ്ടും കൂടി ഡിഫറൻസ് പറയണേ. ഇത് മധുരം നല്ല മധുരം, നേരത്തെ കയ്പൂ. കൈ കാണിക്കും. എന്താ മധുരാണോ പുളിയാണോ രുചിയാണോ? എന്താ പുളിയും മധുരം, ആ പൂമ്പൊടിന്റെ അംശമുള്ളതുകൊണ്ടേ. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്? ഇപ്പൊ നമ്മള് പുളിയും മധുരം ടേസ്റ്റ് ആക്കിയ നമ്മളെ പേരെന്താ? പേര് പരിചയപ്പെടുത്തി കൊടുക്കി. മാമി. ഇതാ, ഇനി ഈ തേര് നമ്മൾ ടേസ്റ്റ് ചെയ്യണം. ഇതൊന്നും ജസ്റ്റ് ഇങ്ങനെ വരണം. അത് കുടിക്കി നക്കി, ഫുൾ നക്കി. അത് ഫുൾ നക്കി. ഇതാ, ഇതൊന്നും അതൊന്നും ടേസ്റ്റ് ആക്കി പതുക്കെ ടേസ്റ്റ് ആക്കി. ഇതെന്താ മധുരാണോ പുളിയാണോ കയ്പാണോ? കയ്പ്. ഇപ്പം മുപ്പത്തി ചോദിച്ചു എന്തുകൊണ്ടാ കയ്പെന്ന്. അതായത് ഈ തേനീച്ചകൾ ഏത് പൂവിലാണോ പോകുന്നത് ആ നെക്ടറാണ് ഇവർ കളക്ട് ചെയ്തത്. അപ്പം അത് കയ്പുള്ള നെക്ടറാണ് കിട്ടുന്നതെങ്കിൽ കയ്പ് രുചിയായിരിക്കും. അപ്പോൾ ഇവിടെ തൊട്ടിപ്പുറത്ത് തന്നെ കപ്പത്തോട്ടമുണ്ട്. അപ്പോൾ കപ്പത്തോട്ടത്തിൻ്റെ പൂവിന് കയ്പ് നെക്ടറായിരിക്കും. അതൊന്നും ചൊയ്യുണ്ടാവും. കപ്പത്തോട്ടം കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കയ്പുള്ള തേൻ കിട്ടുന്നത്. അതേ സ്ഥാനത്ത് നേരത്തെ കാണിച്ച തേനില്ലേ, അത് റംബൂട്ടാന്, അതുപോലെ തന്നെ കാപ്പി, അങ്ങനെ കുറേ ഉള്ള ഒരു കാട്ടുമരങ്ങൾക്ക് പ്രദേശമാണ്. അവിടുന്ന് നല്ല മധുരമുള്ള തേനും കിട്ടും.
അപ്പോൾ നമ്മളിത് കയ്പുള്ള തേനുണ്ട്, പിന്നെ മധുരമുള്ള തേനുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഇത് ചെറുതേൻ തന്നെ സാധാരണ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന ആളുകൾ ചെറുതേൻ മൊത്തം ഹാർവെസ്റ്റ് ചെയ്യും, മൊത്തം എടുക്കും. കയ്പുള്ള തേനും മധുരമുള്ള തേനൊക്കെ മിക്സ് ആക്കിയിട്ട് ഒറ്റ രുചിയാകും. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ കയ്പുള്ള തേന് സെപ്പറേറ്റ് കയ്പ് എന്നുള്ള ലേബൽ തന്നെ കൊടുക്കും, മധുരമുള്ള തേന് അങ്ങനത്തെ ലേബൽ തന്നെ കൊടുക്കും. അപ്പോൾ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാം. ഈ കപ്പത്തോട്ടം അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് കപ്പത്തോട്ടം. മരച്ചീനി, പൂള, ചീനി അങ്ങനെയൊക്കെ പറയുന്ന കപ്പത്തോട്ടാണ്. ഇതിലെപ്പോഴും പൂക്കൾ ധാരാളം കാണും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നാണ് ചെറുതേനീച്ചകൾ ധാരാളം കയ്പ് കലർന്ന തേൻ നമുക്ക് നമ്മുടെ കൂട്ടിലേക്ക് സംഭരിച്ച് വെക്കുന്നത്. അപ്പോൾ നല്ല കയ്പുള്ള തേന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. പ്രത്യേകിച്ച് ഷുഗർ രോഗികൾക്ക് കൂടുതലായിട്ടും നമ്മുടെ നിന്ന് വാങ്ങാറുണ്ട്, കയ്പുള്ള ടേസ്റ്റുള്ള തേനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് നമ്മുടെ സ്റ്റുഡൻറ്റ് തേനീച്ച കൃഷി നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത നമ്മുടെ സ്റ്റുഡൻറ്റ് തേനീച്ച കോളനിയിലെ സ്റ്റാൻഡിൽ വെക്കുന്ന കപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വരുന്ന സമയത്ത് നമ്മൾ ഓനക്കും ഈ കയ്പ് കലർന്ന തേന് ചെറുതേൻ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഓൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഓനെ കഴിഞ്ഞ തവണ ഓൻ്റെ വീട്ടിൽ തേന് വിളവെടുത്തപ്പോൾ നല്ല കയ്പുള്ള തേൻ കിട്ടി. അപ്പോൾ ആ തേനും ഈ തേനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ. ആ പക്ഷേ വലുതേം കൊണ്ട് ജസ്റ്റ് അടി കൊണ്ട് എടുത്തോ, നമ്മൾ ഉപയോഗിക്കുന്നത് പേഴ്സണൽ ഉപയോഗിക്കുന്ന സാധനം തന്നെ അടി. ആ അപ്പം നമ്മളെ ഏത് അത് തേനീച്ച കപ്പത്തോട്ടത്തിൽ മൊത്തം തേനീച്ച വന്നിട്ട്. രുചി പറയോ, എന്താ രുചി? കയ്പ്, മധുരം, പുളി, എന്താ രുചി? എന്താ ഭയങ്കര അവിടുത്തെ കയ്പുണ്ടോ? അപ്പാടില്ലേ ചെറുതേനും കഴിക്കുന്നു. അവിടെ ഞൊടിയൻ തേനീച്ചെന്നും കയ്പുള്ള തേന കിട്ടിയല്ലേ? നിങ്ങളെ കയ്യൊന്ന് കാണിക്ക്. വേണ്ട, ചെറുതേന് ഇത്രയും വേസ്റ്റ് ആക്കുന്ന ഒരേ ഒരാളിതാ. കയ്പുള്ള ചെറുതേൻ കഴിച്ചിട്ടുള്ള ആരെങ്കിലൊക്കെ ഈ കൂട്ടത്തിലുണ്ടോ? ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ.